ഒരു ദിവസം, എടാ നീ പോയി ആ രാജുവിൻ്റെയും രാധയും നേരെ ഈ ടോർച്ച് അടിക്കണം. അതെന്തിനാ? ഈ ടോർച്ചിൻ്റെ വെളിച്ചമേറ്റാൽ ആരും പ്രതിമയാകും. ഹിഹി ഹിഹി. പിള്ളേരെ പ്രതിമയാക്കി കഴിഞ്ഞ് ഇത് ഞാനെടുത്തോട്ടെ? വേണ്ട വേണ്ട, എൻ്റെ അപ്പൂപ്പൻ്റെ ടോർച്ചാ. രണ്ടെണ്ണം ഉണ്ടായിരുന്നതാ, ഇപ്പോൾ ഇതേ ഉള്ളൂ. ഒരു ടോർച്ച് എവിടെ പോയി? മായാവിയെ പ്രതിമയാക്കാൻ അപ്പൂപ്പൻ ഒരു ചാത്തൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതാ. അവൻ അതുമായി മുങ്ങി. ഷോ ങാ. അപ്പൂപ്പൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് നീ വേഗം പോ. അപ്പൂപ്പൻ്റെ അപ്പൂപ്പ, പിള്ളേരെ പ്രതിമയാക്കാൻ അനുഗ്രഹിക്കണേ. വഴിയിൽ നാശം. മഴ തുടങ്ങി. ഈ പഴയ കോട്ടയിൽ കയറി നിൽക്കാം. പെട്ടെന്ന്, വെൽക്കം വെൽക്കം ലുട്ടാപ്പി. എൻ്റെ അമ്മേ, ആരാ അത്? അയ്യോ, പ്രതിമ മിണ്ടുന്നോ? താനാരാ? പേടിക്കണ്ട, ഞാനാണ് തുട്ടാപ്പി. പണ്ട് നിന്നെപ്പോലൊരു ചാത്തനായിരുന്നു. പിന്നെങ്ങനെ പ്രതിമയായത്? അത് വലിയൊരു കഥയാ, പറയാം. കുക്കുട്ടൂസൻ എന്ന മന്ത്രവാദിയുടെ സഹായിയായി ഇരുന്നു ഞാൻ. ഒരിക്കൽ മായാവി ആ പഴയ കോട്ടയിലുണ്ട്. നീ ഈ ടോർച്ച് മായാവിയുടെ നേരെ അടിക്കണം. ഏറ്റു. അങ്ങനെ ഞാൻ ഈ കോട്ടയിൽ വന്നു. അതാ മായാവി. അയ്യടാ, വേഗം ടോർച്ചടിക്കാം. ഷോ, താഴെ വീണു. ഇത് കത്തുന്നില്ലല്ലോ. കേടായോ? കേടായെന്ന് തോന്നുന്നു. ബൾബ് പൊട്ടിയോ? അയ്യോ, കത്തി. അതോടെ ഞാൻ പ്രതിമയായി. അന്ന് തുടങ്ങിയതാ ഈ നിൽപ്പ്. അമ്മോ, കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. ഈ ടോർച്ച് എനിക്ക് പാരയാവും. കളഞ്ഞേക്കാം. അതാ നല്ലത്. ടോർച്ച് ചെന്ന് വീണത്. ഇതെന്താ പറന്നു വരുന്നത്? ടോർച്ചോ? ഈ കോട്ടയിൽ ആരോ ഉണ്ടല്ലോ. ആരാ അത്? അയ്യോ, ടോർച്ചടിക്കല്ലേ. പിന്നീട് പോട്ടെ. പ്രതിമയായാലും മിണ്ടാൻ പറ്റും. നമുക്ക് വല്ലതും സംസാരിച്ചുകൊണ്ട് നിൽക്കാം. ആ നശിച്ച തള്ള.